ഹായ് ഷെമി മാഷാണ്. മാഷ് ഇന്നും ഓടി വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മാഷ് വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് മാഷിന് മനസ്സിലായി. കാരണം നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടാണ്. എല്ലാവരും വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുത്തെത്തി. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഓടി വന്നതാണ്. എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ? വാട്ട് നമ്പർ, സംഖ്യ ഏത് എന്നാണ്. ഏത് സംഖ്യനെ കുറിച്ചാണെന്ന് അറിയോ? സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സംഖ്യയുടെ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്. അഭാജ്യ ഘടകം, ഒരു നമ്പറിനെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയത് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏത് സംഖ്യനെയാണ് എഴുതിയത്? ഏത് സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, അഭാജ്യ ഘടകമാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് നമുക്ക് കണ്ടെത്താം. ഇവിടെ എന്താ തന്നത്? 2 × 2 × 2 എന്നാണ്. ഇതിൽ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഉത്തരമായിട്ട് നമുക്ക് നമ്പർ കിട്ടുമല്ലോ. ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അത്. എങ്ങനെ 2 × 2 × 2 ചെയ്യാം? അതും സിമ്പിൾ ആണ്. 2 × 2 എത്രയാണ്? 4 ആണ്. അപ്പൊ 2 × 2 എന്താണ്? 4 ആണ്. ഇനി ഒരു ഇൻറ്റു 2 കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ 4ന് എന്ത് ചെയ്യണം? വീണ്ടും ഒരു ഇൻറ്റു 2 കൂടെ ചെയ്യണം. 4 × 2 എത്രയാണ്? 8 ആണ്. അപ്പൊ 2 × 2 × 2 ചെയ്ത് നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 8 എന്ന് കിട്ടും. 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് 2 × 2 × 2. എങ്ങനെ കണ്ടെത്തി? സിമ്പിൾ ആയിട്ട് ഇതിന് ഉത്തരം നോക്കി. ഉത്തരം ഏത് നമ്പറാ കിട്ടിയത്? 8. 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഇപ്പൊ ഇത്. 8നെ അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായി എഴുതിയതാണത്. അങ്ങനെ വേറൊരു പ്രൈം ഫാക്ടറൈസേഷൻ കൂടെ തരാൻ വേണ്ടി പോവാണ്. വേറൊരു അഭാജ്യ ഘടകം കൂടെ തരാൻ വേണ്ടി പോവാണ്. ഇതേ എന്താണ് തന്നത്? 2 × 2 × 2 × 3 × 3 × 3. ഇത് ഏത് നമ്പറിന്റെ ആണ്? ഏത് സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഇത്? എങ്ങനെ കണ്ടെത്തുക? ഇതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഉത്തരം എങ്ങനെ കണ്ടെത്തുക? 2 × 2 എന്താണ്? 4 ആണ്. നമുക്കറിയാം. 4നോട് വീണ്ടും ഒരു ഇൻറ്റു 2 ചെയ്തു. അപ്പൊ എന്താണ്? 8 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ അതേതില്ലേ. അതിന് കൂടെ ഒരു ഇൻറ്റു 3 കൂടെ ചെയ്തു. 8 × 3 എത്രയാണ്? 24 ആണ്. വീണ്ടും ഒരു ഇൻറ്റു 3 കൂടെ ചെയ്തു. 24 × 3 എത്രയാണ്? 72 ആണ്. വീണ്ടും ഒരു ഇൻറ്റു 3 കൂടെ ചെയ്തു. 72 × 3 എത്രയാണ്? 216 ആണ്. അപ്പൊ 2 × 2 × 2 × 3 × 3 × 3 ചെയ്താൽ ഉത്തരം എന്താ വരിക? 216 എന്ന് വരും. 216ന്റെ അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായി എഴുതിയതാണിത്. 216ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണിത്. എങ്ങനെ ഒരു സംഖ്യനെ പ്രൈം ഫാക്ടറൈസേഷൻ ആക്കാൻ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ലൈവിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നമ്പർ എന്നുള്ള പാഠത്തിന്റെ ലൈവില് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ട് അത് ഏത് നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണെന്ന് കാണാനാണ് നമ്മളിപ്പോ പഠിച്ചത്. എങ്ങനെ കാണാ? സിമ്പിൾ ആയിട്ട് നമ്പേഴ്സ് ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രൈം ഫാക്ടറൈസേഷൻ അവിടെ തന്നിട്ടുണ്ട്. ഇതേത് നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തണം. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അപ്പൊ എങ്ങനെ കണ്ടെത്താം? 2 × 2 × 2 × 5 × 5 ചെയ്താൽ എന്താണ് ഉത്തരം നോക്കുക. ആ ഉത്തരം കിട്ടുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണത്. അതിന്റെ അഭാജ്യ ഘടകമാണ് 2 × 2 × 2 × 5 × 5. അങ്ങനെ പറയാം. ഇത്രയും സിമ്പിൾ ആണ് നമ്മൾ നമ്പേഴ്സ് എന്നുള്ള പാഠല്ലേ. മാഷിത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈവ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ലൈവിന്റെ കാര്യം ആരും മറക്കരുത്. എല്ലാരും എന്തായാലും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും ഇപ്പോ ഈ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. എല്ലാരും കൂട്ടിയിട്ട് ലൈവിലോട്ട് അതുപോലെ ഈ വീഡിയോയിലോട്ട് വരിക. അപ്പൊ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്താലാണ് എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ കമന്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.